വിനോദ് കോവൂർ, ആ താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? കേരളത്തിൽ താങ്കൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആധാർ കാർഡ് കാണിക്കേണ്ടത് താങ്കൾക്ക് മാത്രമാണ് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു. എന്താണ് കാരണം? അല്ല, അതെന്താണ് സാറേ, ആ എം.എ.ടി. മൂസ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് എം.എ.ടി. മൂസയിൽ ഞാൻ മൂസയായിട്ട് അഭിനയിക്കണം, മൂസാക്ക മറുമായത്തിൽ ഞാൻ മൊയ്തുമായിട്ട് അഭിനയിക്കണം. ആ അപ്പോ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഞാൻ ഇസ്ലാമാണ്, ആ ഞാൻ ശരിക്കും മുസ്ലിമാന്ന് തെറ്റിദ്ധരിച്ച എത്രയോ ആളുകളുണ്ട്. ആ അപ്പൊ ആ സമയത്ത് ഏറ്റുമാനൂരില് ഒരു ഫിലിമിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ തൊഴുതിട്ടില്ല. ആ അപ്പൊ ഒരു ദിവസം രാവിലെ ഷൂട്ടിങ് 11 മണിക്ക് തുടങ്ങുന്നപ്പോൾ ഞാൻ രാവിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയതാ. ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ആ അപ്പൊ തന്നെ എനിക്ക് ചിരി വന്നു. അതെന്താ? അല്ല, ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ കയറുള്ളൂ, നിങ്ങൾ പുറത്തുനിന്ന് കണ്ട് തൊഴുതോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളിലേക്ക് കയറാം. അയ്യേ നിങ്ങൾക്ക് കയറാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാൻ വിനോദാണ്. നിങ്ങൾ മൂസയാണ്, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന്. ഞാൻ ആദ്യം ഇയാള് തമാശ പറയാന്ന് വിചാരിച്ചേ, പിന്നെ ഇയാള് സീരിയസാ. ആ ഞാൻ കയറാൻ നോക്കുമ്പോ ഇയാൾ എന്നെ തടയണു. സീരിയസ് ആണെന്ന് മനസ്സിലായി. നിങ്ങൾ ഉള്ളിലേക്ക് കയറിയല്ലേ, പിന്നെ ഇവിടെ ഒരുപാട് ക്രിയകളൊക്കെ ചെയ്യാണ്ട്, അതൊക്കെ വലിയ പ്രശ്നമാണ്, അതിന്റെ പൈസ ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ആ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റ് ആയ ദേവസ്വത്തിന്റെ ആരെങ്കിലും ഇടയ്ക്ക് വിളിക്കൂ. എന്തിനാണ്? നിങ്ങൾ വിളിക്കൂ. അങ്ങനെ ദേവസ്വത്തിന്റെ ആൾക്കാർ വന്നു. ആൾക്കാർ വന്നപ്പോൾ അവര് വിനോദ് കൗരെ ഞാൻ പറഞ്ഞത് ഇയാൾ എന്നെ അമ്പലത്തിൽ കയറ്റുന്നില്ല. ഇത് അപ്പോഴേ ഞാൻ എന്റെ പോക്കറ്റ് പേഴ്സ് എടുത്തിട്ട് എന്റെ ആധാർ കാർഡ് വിനോദ് കുമാർ MC എന്നാണ് എന്റെ പേര്, നക്ഷത്രം ആയില്ലാണ്, എനിക്കൊന്ന് കേറിക്കൂടെ. അപ്പോഴാണ് ഇയാളെ ഈ സെക്യൂരിറ്റിയുടെ തോളിക്കായിട്ട് എന്തത്, അയാള് വിനോദാണ്, അയാള് മൂസയായിട്ട് അഭിനയിക്കണല്ലേ. പിന്നെ ഇയാൾ എന്നെ തൊഴുകയാണ്. സോറി ട്ടോ, ഞാന് എന്റെ ഭാര്യയൊക്കെ പറഞ്ഞു നിങ്ങൾ ഇസ്ലാമാണെന്ന് അങ്ങനെ ധരിച്ചോ. ഓക്കെ അത്രയുണ്ട് മൂസ മൂത്തിട്ട്. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോഴുണ്ട് സാറേ. ഗുരുവായൂർ അമ്പലത്തിൽ ഭാര്യയും കൊണ്ട് തൊഴാൻ ചെന്നാൽ ഏതെങ്കിലും 2-3 ഫാമിലി വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇങ്ങോട്ട് കയറിയത് ആരും കണ്ടിട്ടാവില്ലായിരിക്കൂലേ. അപ്പൊ ചോദിച്ചാൽ എന്തേ, അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ള, ഇങ്ങളെ കയറിയത്. അപ്പോഴും ഞാൻ അവരുടെ എനിക്കൊന്ന് ഈ MIT മൂസയുടെ അവതരണവും എല്ലാം അതല്ലേ ഏതാണ്ട് ഒരു ശുദ്ധ മുസ്ലിമിന്റെ എല്ലാ രീതിയിലും. അല്ല, അതിപ്പോ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി. പക്ഷെ ഇന്നും ആളുകളുടെ മനസ്സിൽ ആ കഥാപാത്രം പോയിട്ട് ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നെ 2 വഴിക്കായോണ്ടാണോ അത് പിന്നെ തുടങ്ങാൻ സുരഭിയും സുരഭി ഒരുപാട് തിരക്കായി. അവളിങ്ങനെ പിന്നെ അവൾക്ക് ഇങ്ങനെ ദേശീയ ലെവലിൽ പോയി. അതെ, മിനി സ്ക്രീനിലേക്ക് നമ്മൾ പ്രാദേശിക ലെവലിൽ തന്നെ നമ്മള് പ്രാദേശിക നമുക്കത് നമ്മളത് വിട്ടു പിടിക്കുന്നില്ല അല്ലേ. ഈ കോവൂരിന്റെ എനിക്കൊന്ന് അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരായിരുന്നു അല്ലേ. കോവൂരിനെ അങ്ങനെ ആക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പരമായ ലക്ഷ്യം. അവർക്ക് രണ്ടുപേർക്ക് എന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആക്കാനായിരുന്നു ആഗ്രഹം. ഞാൻ അതിനകത്ത് സ്കിപ്പ് ചെയ്ത് PSC ടെസ്റ്റ് എഴുതാനൊക്കെ എനിക്ക് കാശ് തന്നിട്ട് വിടും അച്ഛൻ. PSC ടെസ്റ്റ് ചെയ്ത് വരാൻ ബാങ്ക് ടെസ്റ്റ്. ഞാൻ ആ പൈസയും കൊണ്ട് സിനിമയ്ക്കാ പോവുക. എന്നിട്ട് കറക്റ്റ് പരീക്ഷ കഴിഞ്ഞ സമയമാകുമ്പോൾ വീട്ടിൽ വരും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി അങ്ങനെ പറ്റിച്ച അവസാനം കുഞ്ഞുണ്ണി മാഷ് വരേണ്ടി വന്നു വീട്ടില് എന്നെ എന്റെ റൂട്ടിലേക്ക് പറഞ്ഞു വിടാൻ. കുഞ്ഞുണ്ണി മാഷോട്ട് എങ്ങനെയല്ലോ കുഞ്ഞുണ്ണി മാഷ് വീട്ടിലേക്ക് വന്ന് താമസിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് എനിക്കല്ല, അത് വളരെ ആകസ്മികമായിട്ടുണ്ടായ ഒരു ബന്ധം. കുഞ്ഞുണ്ണി മാഷ് വീട്ടിനടുത്ത് ഒരു സ്കൂളിൽ എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചാണ്. ഇത് വലപ്പാട്. അന്ന് മാഷയുടെ ഉദ്ഘാടകനും ഞാൻ മുഖ്യാതിഥിയും. ഞാൻ ആദ്യമായിട്ട് മാഷെ കാണുകയാണ്. അപ്പൊ മാഷ് ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു ഇനി കോഴിക്കോട് നിന്ന് ഒരു വിനോദൻ വന്നിട്ടുണ്ട്, അവൻ നിങ്ങളെ വിനോദിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് ഇറങ്ങി പോയിട്ട് കുട്ടികളവിടെ ബെഞ്ചിലവിടെ പോയിരുന്നു കാണിയായിട്ട്. പിന്നെ എന്റെ കൂടെ അല്ലേ, എനിക്ക് മുട്ടിങ്കാലൊക്കെ വരച്ചു, കുഞ്ഞിന് മാഷം മുന്നിലാണല്ലോ. പക്ഷെ ഞാൻ നല്ല ധൈര്യത്തില് ഞാൻ എന്റെ നമ്പറുകൾ എടുത്ത കണ്ട് കാച്ചി കുട്ടികൾക്ക് മിമിക്രി, നാടൻപാട്ടും കടങ്കഥകളൊക്കെ ആയിട്ട് ഒരു 45 മിനിറ്റ്സ് ഞാൻ അങ്ങോട്ട് എന്റർടൈൻ ചെയ്തു. അലക്കി മാഷ് സ്റ്റേജിൽ കയറി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നോടൊന്ന് തല മുമ്പിടാൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് മൈക്കെടുത്തിട്ട് മാഷ് ഇവൻ മിടുക്കനാട്ടാ, ഇവന്റെ പേര് വിനോദെന്ന് ഇട്ടത് വളരെ അനർത്ഥമാണ്, അത്രയേറെ നിങ്ങളെ വിനോദിപ്പിച്ചിട്ടുണ്ട്, ഞാനും നന്നായിട്ട് ആസ്വദിച്ചു എന്ന് പറഞ്ഞ് മാഷ് എന്നെ കൂട്ടി കൊണ്ടുവന്ന് നേരെ മാഷിന്റെ വീട്ടിലേക്കാണ്. മാഷ് എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കോപ്പി സൈൻ ചെയ്തിട്ട് എനിക്ക് തന്നു. ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. പിന്നെ അന്നൊക്കെ ഒരു മഞ്ഞ കാർഡുണ്ട്, 15 പൈസയുടെ കാർഡ്. ഈ കാർഡിലാണ് കത്തെഴുതുക. ഇടയ്ക്കിടയ്ക്ക് കത്തെഴുതും, ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, വിനോദ് എന്നെ കാണാൻ വരണം, കൽപ്പക ഓഡിറ്റോറിയത്തിൽ ഒരു ചടങ്ങിന് പങ്കെടുക്കും. അപ്പം ഞാൻ അവിടെ ചെല്ലും, സാറിനെ കാണും, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും, സാർ തിരിച്ചു പോകും. അങ്ങനെ ഇങ്ങനെ ബന്ധങ്ങൾ. പിന്നെ ചില ചടങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാറിനെ തൃശ്ശൂർ വരെ കൊണ്ടാക്കും. അപ്പൊ ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആളുകളൊക്കെ വന്നിട്ട് മാഷ് ഇതാരാന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയും എൻ്റെ മോനാ എന്ന് പറയും. ഒത്തിരി പേരുടെ ഒരു മാഷ് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ഭയങ്കര സന്തോഷം മാഷ് അങ്ങനെ പറയുമ്പോൾ എൻ്റെ മോനാന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ മാഷും പെങ്ങളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം കൊണ്ടാക്കി വരും, വിനോദേ ഇനി ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഞാൻ വിനോദിന്റെ വീട്ടിൽ നിന്ന് വരും കേട്ടോ. അപ്പൊ പെങ്ങൾ പറഞ്ഞു അതൊന്നും ഇല്ലട്ടോ വിനോദേ, വെറുതെ വീട് വിട്ട് വേറെ ഒരു വീട്ടിൽ മാഷ് പോവില്ല, കാരണം ഇഷ്ടം പോലെ മരുന്നിൻ്റെ അവിടെ കഴിക്കുക, നീ നോക്കിക്കോ വിനോദിന്റെ വീട്ടിൽ ഞാൻ പോവും എന്നൊരു കാര്യം പറഞ്ഞു. മാഷ് അത് അതേപടി പിന്നെ പാലിച്ചു. വീട്ടിനടുത്ത് ദേവഗിരി കോളേജ് ഉണ്ട്. ഈ കോളേജിന്റെ ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ കുട്ടികളെടുത്ത് പറഞ്ഞതാ
ഇതെൻ്റെ മോൻ്റെ വീടാണ്, ഇവിടെ എന്നെ കൊണ്ടാക്കണം, വിനോദ് കോവൂർ എന്നാണ് പേര്. അഡ്രസ്സ് കൊടുത്തു. കുട്ടികൾ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. ഞാനന്ന് വീട്ടിലില്ല, ഞാൻ കണ്ണൂർ ഒരു പ്രോഗ്രാമിന് വരിക. അച്ഛനും അമ്മയും ഞെട്ടി. കാരണം അച്ഛനും അമ്മയോടൊക്കെ ഞാൻ എപ്പോഴും കുഞ്ഞിന് മാഷ കാര്യം പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു എന്നെ ഒരു വിലയില്ലായിരുന്നു. അന്ന് കുഞ്ഞിന് മാഷ എവിടെ എൻ്റെ മോൻ എന്ന് ചോദിച്ചാ കുഞ്ഞിന് മാഷ വീട്ടിലേക്ക് കയറി വരണേ. അങ്ങനെ കുഞ്ഞിന് മാഷ ഇരുത്തി. ഞാൻ ഒന്ന് പോണില്ല കേട്ടോ, ഞാൻ ഒന്ന് വിടുക, ഞാൻ നിന്റെ മോൻ്റെ കൂടെ തങ്ങുക, നാളെ അവൻ എന്നെ കൊണ്ടായിക്കോളും. അപ്പൊ അച്ഛൻ പറഞ്ഞു അവനെ കണ്ണൂർ ആവാൻ വരട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കുക. അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ വീട്ടിൽ വന്നു കുഞ്ഞിന് മാഷെ കൊണ്ട് മക്കളെ കൊണ്ട് നാവൽ എഴുതിപ്പിക്കണു, അനുഗ്രഹം വേണ്ടി കുഞ്ഞിന് മാഷ് പാട്ട് പാടി കൊടുക്കണു. അങ്ങനെ അന്ന് ഏറ്റവും വലിയ രസമാണ്, അന്നൊന്നും മൊബൈലും ഫോണൊന്നും ഇല്ല, വീട്ടിലെ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഞാൻ രാത്രി ഒരു 10 മണിക്ക് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരാൾക്കൂട്ടം, മുറ്റത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൊലായിലേക്ക് നോക്കിയിരിക്കണം. എൻ്റെ കൈയും കാലും കുഴഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാണ്ട് അപ്പം ഇങ്ങനെ ആൾ കൂടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വീടിനടുത്ത് എത്തിയപ്പോൾ ആളുകളൊക്കെ കൈയടിക്കണം. അപ്പം സമാധാനമായി, ഡെഡ് ബോഡീന് മുന്നിൽ ആരും കൈയടിക്കൂല. കയറി ചെന്നപ്പോൾ കുഞ്ഞിന് വന്നല്ലോ എൻ്റെ മോൻ എന്നാണ് മാഷ് പറഞ്ഞത്. അന്ന് എൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങി. പിറ്റേന്ന് ഞാനവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ട്യൂട്ടോറിയൽ കോളേജിൽ വന്നു. അവിടുത്തെ കുട്ടികളെ മുഴുവൻ അനുഗ്രഹിച്ചിട്ടാണ് മാഷ് ഞാൻ തൃശ്ശൂരിൽ കൊണ്ടുവിടുന്നത്. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് കൂടിക്കാഴ്ച. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ കുഞ്ഞിന് മാഷോട് പറഞ്ഞൊരു കാര്യമാണ്, മാഷെ ഇവൻ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല മാഷെ, ഇവനൊരു പെണ്ണ് കെട്ടണ്ടേ മാഷെ, ഇവൻ പരീക്ഷ ഒന്നും എഴുതാൻ പോകുന്നില്ല മാഷെ, ഇവൻ ഇങ്ങനെ മാഷൊന്നും ഉപദേശിക്കും. അപ്പോൾ മാഷൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഇവൻ എന്താ പേരിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞിങ്ങനെ വിനോ അതാണ് കുഴപ്പമായത്, ആ പേരിടാൻ പാടില്ലായിരുന്നു. അവൻ ആ പേര് അനർത്ഥമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്. അവനങ്ങനെ ഒരു ജോലിക്ക് നിർബന്ധിക്കണ്ട, അവനെ അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറും. ഇത് ഞാനാ പറയണേ. അവനങ്ങൾ തുറന്നിട്ട് വിട്ടോളൂ, വേറെ ഒരു ജോലിക്ക് നിർബന്ധിക്കണ്ട. ഞാൻ മാഷിൻ്റെ കാൽക്കിലേക്ക് കൊണ്ട് വീണു. അന്ന് മുതലാണ് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഗ്രീൻ സിഗ്നൽ തന്നത്. ഇന്നും സ്വർഗത്തിലിരുന്ന് കുഞ്ഞിന് മാഷ് ഈ കഥ ഉണ്ടാവണം. കാരണം എന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറ്റിയതും കുഞ്ഞിന് മാഷാണ്. കാരണം ഞാനൊരു അധ്യാപകനാവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ കുഞ്ഞിന് മാഷ് പറഞ്ഞു, നീ അധ്യാപകനാവരുത്, അധ്യാപകനായ നിന്നെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ, നീ ഒരു പരിശീലകനാവുക, അപ്പം നിനക്ക് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പോയി കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പരിശീലകനായത്. നമുക്കൊരു കാര്യമല്ലോ, ആ കുഞ്ഞുണ്ണി മാഷ് അന്ന് ഇവിടെ നിന്ന് കേട്ടൊരു സാധനം ഉണ്ടല്ലോ, ഒരു നാടൻ പാട്ട്, വലപ്പാട് വലപ്പാട് അല്ലേ, അത് നമുക്ക് ഒരു പീസ് അല്ലേ, പീസാണല്ലോ ഇപ്പൊ എന്റർടൈൻ ചെയ്യിക്കലിന്റെ ഭാഗമാണ് ആ നാടൻപാട്ടും കൂടെ. അതിവിടെ എന്തായാലും വേണമല്ലോ, വേണം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ പ്രസീത ചാലക്കുടിയില്ലേ നാടൻപാട്ടുകാരി, അവള് പാടി ഹിറ്റാക്കിയ ഒരുപാട് പേര് പാടുന്നുണ്ട്. പ്രസീത ചാലക്കുടി പാടിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ പാട്ട് എനിക്ക് ഇഷ്ടമായി. ഞാനിപ്പോ അത് സ്കൂളിലൊക്കെ പോയ കുട്ടികൾക്ക് പാടിക്കൊടുക്കും. ആ പാട്ടൊന്ന് പാടാം. ചാലക്കുടി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.